താഴെക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാന ഭൂമിയിലെ മരംമുറി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ചാനൽ 10 പലതവണ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ ഒരു വാർത്തകൾക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ഭരണ പ്രതിപക്ഷ ആരോപണ പ്രത്യാരോപണങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും താഴേക്കോട് അരങ്ങേറിയിരുന്നു. ഈ ഒരു മരംമുറി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റാരോപിതനായ ഗ്രാമപഞ്ചായത്ത് അംഗം മൊയ്തുപ്പു പിലാക്കലിനെതിരെ ഈ ഒരു സമയത്ത് ശക്തമായ പ്രതിഷേധ സമര പരിപാടികളുമായി രംഗത്ത് വരികയാണ് താഴേക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഈ ഒരു മരംമുറി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഗ്രാമപഞ്ചായത്ത് അംഗം മൊയ്തുപ്പു പിലാക്കലിനെ CPIM പുറത്താക്കിയത്. ഈ ഒരു സമയത്ത് നിങ്ങളൊരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഇനിയുള്ള സമയത്തെ പ്രതിഷേധം? ഞങ്ങൾ ഈ വിഷയത്തിന് താഴെക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ വിഷയത്തെ കാണുന്നത് ഒരു പെരിന്തൽമണ്ണ പോലീസ് സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തി 17-ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മൊയ്തു പുലാക്കലിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയാണ്. അദ്ദേഹത്തിന് ധാർമ്മികമായി ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പാർട്ടി വിലയിരുത്തിയാണ്. അദ്ദേഹത്തിന്റെ ജനപിന്തുണ, ഒരു ഭരണസമിതി അംഗം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അനധികൃതമായി മരം മുറിച്ചു കടത്തി ഒരു സാഹചര്യം. അതിൽ ധാർമ്മികമായി അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി അവകാശമില്ല. സാങ്കേതികമായി അദ്ദേഹം ആ മെമ്പർ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയാണ്. ഞങ്ങൾക്ക് പാർട്ടി പോലും CPM പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ താഴെക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ശക്തമായ ജനവികാരം താഴെക്കോട് പഞ്ചായത്തിൽ ഉടനീളമുണ്ട്. പ്രത്യേകിച്ച് 17-ാം വാർഡിൽ 17-ാം വാർഡിലെ ജനങ്ങൾ ഗ്രാമസഭകൾ പോലും ഒന്നും പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാർഡിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെടുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജിവെക്കുന്നത് വരെ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് താഴെക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. മരമുറി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകൾ ജാമ്യത്തിൽ ഇറങ്ങുകയും അതിന്റെ ഭാഗമായി ആദ്യമായി പ്രതിഷേധ പ്രകടനം നടത്തുകയും അത് CPM തന്നെയാണ് ആദ്യമായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതിന്റെ ഭാഗമായി അതിന്റെ പിന്നാലെ UDFും കോൺഗ്രസും ഒക്കെ പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. എങ്കിലും 17-ാം വാർഡിലുള്ള ഈ മെമ്പറെ രാജിവെക്കുന്നത് വരെ കോൺഗ്രസും UDFും കൂടി ചേർന്നുകൊണ്ട് ശക്തമായി പ്രതിഷേധ പ്രകടനം നടത്തുന്നതാണ്. മുൻകാലങ്ങളിലും മരമുറി താഴെക്കോട് പഞ്ചായത്തിന്റെ പൊതു ശ്മശാനത്തിൽ നിന്നും അതുപോലെ വ്യവസായ ഫ്ലോട്ടിൽ നിന്നും ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ ഭാഗങ്ങളിൽ നിന്നും മരമുറി നടന്നിട്ടുണ്ട്. അതൊന്നും പുറത്തു വരാതെ ഇപ്പൊ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അത് അവർ കൂടിച്ചേർന്നുകൊണ്ട് ചില്ല വെട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അതിന്റെ ഭാഗമായി അദ്ദേഹം അവിടെ നിന്നും പല മരങ്ങളും മുറിച്ച് കടത്തുകയും ചെയ്ത് അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഈ കേസെടുക്കുകയും അദ്ദേഹം ജാമ്യത്തിൽ വരികയും ചെയ്തത്. എങ്കിലും CPM പുറത്താക്കിയ ഈ വ്യക്തി ഒരു മെമ്പറായി തുടരാൻ ഒരിക്കലും അനുയോജ്യമല്ല. അതുകൊണ്ട് ഇദ്ദേഹം 17-ാം വാർഡിന്റെ മെമ്പർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ പാർട്ടി പുറത്താക്കിയ ഇദ്ദേഹം ഇതിൽ നിന്നും മാറണമെന്നാണ് ഞങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ഞങ്ങൾ വൻ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ 17-ാം വാർഡിലെ മെമ്പറായ മൊയ്തുപ്പു പിലാക്കൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാണ് താഴെക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. എന്തെന്നാൽ ഈ കുറ്റാരോപിതനായിട്ട് CPM ലോക്കൽ കമ്മിറ്റി പോലും അവരെ കുറ്റാരോപിതനായിട്ട് 16 മാസത്തോളം അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മൊയ്തുപ്പു പിലാക്കൽ ഈ മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഞങ്ങളെ താഴെക്കോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നത്.
താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാന ഭൂമിയിലെ മരംമുറി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സമയത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായിക്കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റാരോപിതനായ മൊയ്തുപ്പു പിലാക്കലിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അദ്ദേഹം ഇനി മെമ്പർ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നാണ് ഇവരെല്ലാവരും ഒരേ സ്വരത്തോടു കൂടെ പറയുന്നത്. വലിയ പ്രതിഷേധം, അദ്ദേഹം രാജിവെക്കും വരെ തുടരുമെന്ന ഉറപ്പാണ് ഈ ഒരു സമയത്ത് മണ്ഡലം ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. വിവാഹാഭരണത്തെ കുറിച്ച് ടെൻഷൻ വേണ്ട. സഫ ഗോൾഡൻ ഡയമണ്ട്സിൽ വെറും 5% മുതൽ അഡ്വാൻസ് നൽകി നിങ്ങളുടെ വിവാഹാഭരണങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ 1 പവന് 800 രൂപയും, സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ 1 പവന് 1600 രൂപയും അധികം നേടാം. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾക്ക് സൗജന്യ ജ്വല്ലറി ഇൻഷുറൻസും. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കാരണം ഓരോ വധുവിന്റെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. Safa Golden Diamonds, different by design.